ഹായ് പ്രിയപ്പെട്ടേഴ്സ്, ഈ വണ്ടിയുടെ ടെയിൽ ലാമ്പ് നോക്കിക്കേ, രണ്ടും പെർഫെക്റ്റ് അല്ല ഇപ്പോൾ. പക്ഷേ 2 ദിവസമായിട്ട് ഇത് പെർഫെക്റ്റ് അല്ലായിരുന്നു ബിലിവേഴ്സ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തതാണ്. അപ്പോൾ വണ്ടിക്ക് റിവേഴ്സ് സെൻസർ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി സൈഡിൽ സെൻസർ ഇല്ല എന്നുള്ള സെൻസ് എനിക്ക് ഇല്ലാതെ പോയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി ഒന്ന് പൊട്ടി. അപ്പോൾ ഇതൊന്നും മാറ്റിയിടാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഈ മാമംഗലം, പാലാരിവട്ടം മാമംഗലത്തിനടുത്ത് എലഗൻറ്റ് ഓട്ടോമോട്ടീവ്സ്, അവിടെയാണ് എനിക്ക് റേറ്റ് വൈസും ക്വാളിറ്റി വൈസും ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ അവിടെ പോയി വാങ്ങി, ഈ ടെയിൽ ലാമ്പ് വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മൾ ഈ വൈറ്റില പൊന്നൂരിനടുത്തുള്ള സുപ്രീം ബേക്കേഴ്സിൽ കയറി. ഇവിടെ കയറുമ്പോൾ വാങ്ങുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ജ്യോതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ക്രീം ബൺ, പിന്നെ ഞാൻ വാങ്ങുന്നത് അവിടുത്തെ സൂപ്പ് സ്റ്റിക്ക്. എന്ന് വെച്ചാൽ നിങ്ങളോർക്കും ഞങ്ങൾ ഡിന്നറിനൊക്കെ പ്രോപ്പറായിട്ട് സൂപ്പും ഒക്കെ കഴിച്ചിട്ട് മെയിൻ കോഴ്സിന് മുൻപ് സൂപ്പൊക്കെ ഡെയിലി കഴിക്കുന്ന ഒരിക്കലും അല്ല ബിലവേഴ്സ്, ഒരിക്കലും അല്ല. നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ അല്ലെങ്കിൽ ചുമ്മാ കടിച്ചു പറിച്ച് തിന്നാറുള്ളൂ പതിവ്. അപ്പോൾ ഈ സൂപ്പ് സ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കൊരു രസകരമായൊരു കാര്യം പറഞ്ഞു. ഞാനൊരു 98-99 കാലഘട്ടത്തിൽ നിസാമുദ്ദീൻ ടു തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് യാത്ര ചെയ്യുമ്പോൾ ഈ വൈകിട്ട് ഇവർ ഡിന്നറിന് മുൻപ് ഈ സൂപ്പ് സ്റ്റിക്സും പിന്നെ ചെറിയൊരു പോർഷൻ സിംഗിൾ സെർവിങ് ബട്ടറും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണ് എനിക്കൊന്നും മനസ്സിലായത് എന്താണ് ഈ കഴിക്കേണ്ട സാധനമാണെന്ന് മനസ്സിലായി. ഇത് എങ്ങനെ കഴിക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് മസിൽ പിടിച്ചിരുന്നു, ചുറ്റും നോക്കി അവരൊക്കെ എങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ചിലവരത് കടിച്ചു പറിച്ചതിനോട്, ചിലത് ബട്ടറിൽ മുക്കിത്തിരുന്നു, ചിലവർ ആ സൂപ്പ് സ്റ്റിക്ക് പൊടിച്ച് സൂപ്പിലിടുന്നു, ഇളക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ. ഞാൻ പിന്നെ ഈ എല്ലാം ഒബ്സർവ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ രീതിക്കത് അകത്താക്കുകയായിരുന്നു പതിവ്. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഈ സൂപ്പ് സ്റ്റിക്കിൻ്റെ കഥ എനിക്ക് മനസ്സിലോർത്തു. പിന്നെ അവിടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ചായ കുടിച്ച് പഴംപൊരിയൊക്കെ കഴിച്ചതിന് ശേഷം വീടിന് അടുത്തുള്ള ഒരു ഓട്ടോ ഇലക്ട്രീഷ്യൻ മിസ്റ്റർ ഷിബു, എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരത്ത് പുത്തൻകുരിശിൽ. അപ്പോൾ ഷിബുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഷിബു അത് പഴയത് പൊട്ടിയത് മാറ്റി പുതിയത് ഫിറ്റ് ചെയ്തു. അന്ന് മെയ് 4-ന് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമായിരുന്നു. അതിൻ്റെ കൊട്ടും മേളവും ആഘോഷവും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷിബു, താങ്ക് യു. അപ്പോൾ ബിലവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.